ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തു. ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സ്പീക്കർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. മന്ത്രിമാരായ MB രാജേഷ്, K രാജൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിനെത്തി. ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായി കേരളത്തിലെ നിയമസഭ കാണാൻ വേണ്ടി വരുന്നത്. ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. പിന്നീട് എൻ്റെ പിതാവ് വളരെ സീരിയസ് ആയിട്ടുള്ള ചില ചർച്ചകളും ബില്ലുകളും അവതരിപ്പിക്കുമ്പോൾ അങ്ങനെയും 3-4 തവണ അസംബ്ലി ഗാലറിയിൽ, സ്പീക്കേഴ്സ് ഗാലറിയിലൊക്കെ ഇരുന്ന് അസംബ്ലി കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്നത്, പിതാവ് വലിയ നിയമസഭാ സാമാജികനായിരുന്നു, അതുപോലെ ആവണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ, വാസ്തവത്തിൽ എത്ര കണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയായാലും പരമാവധി നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, കേരളത്തിന്റെ പ്രശ്നങ്ങൾ, ആകെ ഈ 8-9 മാസക്കാലമാണ് എൻ്റെ മുന്നിലുള്ളത്. RB സനൂപുണ്ട് വിവരങ്ങൾ നൽകാനായി. RB സനൂപ്, സത്യപ്രതിജ്ഞാ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. എന്താണ് ആ വാർത്തയുടെ വിശദാംശം? അജി, 3:35 നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്തത്. സ്പീക്കർക്ക് മുമ്പാകെയായിരുന്നു സത്യപ്രതിജ്ഞ. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാരായ MB രാജേഷ്, K രാജൻ, അതുപോലെ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വലിയ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഇവിടെ സന്നിഹിതരായിരുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ ഭാര്യയും മകളും ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തുകയും ചെയ്തിരുന്നു. ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ആശംസ നേർന്നു, അതുപോലെ മന്ത്രിമാരും ആശംസ നേർന്നു, പ്രതിപക്ഷ നേതാവും ആശംസ നേർന്നു. പിന്നീടാണ് വലിയൊരു കൂട്ടം പ്രവർത്തകർ എത്തി ആര്യാടൻ ഷൗക്കത്തിന് ആശംസനായിട്ടൊക്കെ എത്തിക്കഴിഞ്ഞത്. അതേശേഷം അദ്ദേഹം പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്റെ അച്ഛൻ നല്ലൊരു നിയമസഭാ സാമാജികനാണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താനും അതേപോലെ നല്ലൊരു നിയമസഭാ സാമാജികനായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയുകയും ചെയ്തു. നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി താൻ പ്രവർത്തിക്കും. ഈ 8 മാസം മാത്രമേ ഉള്ളൂ, പക്ഷെ അതിനിടയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം തന്നെ ചെയ്യും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ്. അതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ കുടുംബവും മീഡിയയോട് പ്രതികരിച്ചിട്ടുണ്ട്. RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്. RB സനൂപ് പറഞ്ഞതുപോലെ ആ കുടുംബവും ഇന്ന് ഒപ്പമുണ്ടായിരുന്നു, മകളും ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു. അവരുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തിയപ്പോൾ കുടുംബവും ഒപ്പമുണ്ട്. ഇപ്പോൾ മകൾ മീഡിയയോട് ചേരുന്നുണ്ട്. കാണാൻ ആഗ്രഹിച്ച കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. അതെ, കുറെ കാലമായിട്ട് നമ്മളെ എല്ലാവരും ഉള്ളിലൊരു ആഗ്രഹമായിരുന്നു, അതാണ് നമ്മളെ കണ്ടത്. വളരെയധികം സന്തോഷമുണ്ട്. എന്താണ് നിലമ്പൂരിലുള്ളവരോട് നന്ദി അറിയിക്കുന്നത്? എങ്ങനെയാണ്? വളരെയധികം നന്ദിയുണ്ട്. കാരണം എല്ലാവരും ഒരു ഒത്തൊരുമയോടെയാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. നമ്മളിപ്പം പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോഴും നമുക്കറിയാം, അവർ തരുന്ന ആ ഒരു സ്നേഹം, അത് ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ കാണുമ്പം ഒരു സന്തോഷം ഉണ്ടാവാറുണ്ടായിരുന്നു. സ്നേഹം ഉറപ്പായിട്ടും അച്ഛൻ തിരിച്ചു കൊടുക്കും. പിന്നെ അതെന്തായാലും കൊടുക്കും, കൊടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ, അതിനും കൊടുത്തോണ്ടിരിക്കും. ഉമ്മ, കാണാൻ ആഗ്രഹിച്ച കാഴ്ചയാണ് കണ്ടത്. അതെ, വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പ്, എല്ലാവരുടെയും കാത്തിരിപ്പായിരുന്നു, ഞങ്ങളുടെ മാത്രമല്ല. ഇപ്പൊ വലിയ തിരക്കിലൊക്കെ ആയിരിക്കും, അപ്പം വീട്ടിലേക്കൊക്കെ വരണ കാര്യം വലിയ പാടായിരിക്കും. എന്ത് തോന്നുന്നു? അത് എപ്പോഴും അങ്ങനെ ശീലമായതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല, പ്രശ്നമില്ല. സന്തോഷമായോ ഇവിടെ വന്നപ്പോ? എന്താ കണ്ടത് ഇവിടെ? അറിയില്ല. എന്തായാലും കുടുംബവും വളരെ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. നിയമസഭയിൽ നിന്ന് ക്യാമറ പേഴ്സൺ സിജോ സുധാകരനോടൊപ്പം RB സനൂപ്, മീഡിയ 1.